ഇന്ന് ലിസാസ് ഫ്ലേവേഴ്സിൽ കൂടെ ഞാൻ ഒരു ഉള്ളിച്ചോറും നല്ല ഒരു ചമ്മന്തിയുമാണ് കാണിക്കുന്നത്. ഉള്ളിച്ചോറും ചമ്മന്തിയും ഒന്ന് കഴിച്ചൊന്ന് നോക്കിയാൽ നിങ്ങളെല്ലാവരും. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനിപ്പോൾ ഓരോ പ്രോസസ്സ് അതിൻ്റെ കാണിച്ചു തരാം. എല്ലാവരും ലിസാസ് ഫ്ലേവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക, ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് പ്രസ് ചെയ്യുമല്ലോ. ഒരു ഉള്ളിച്ചോറും ചമ്മന്തിയും, അതായത് തനി നാടനൊരു ഡിഷാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാൻ ചുവന്നുള്ളി ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് അരിയണം. 1 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ ചോറ്, നമ്മൾ സാധാരണ വെന്ത ചോറ്, നമ്മൾ ചോറിന് ഉപയോഗിക്കുന്ന സെയിം ചോറ് തന്നെയാണ് നല്ലത്. ഉപ്പ് ഇത്രയും വേണം ഉള്ളിച്ചോറിന്. പിന്നെ അതിൻ്റെ കൂടെ ഒരു അടിപൊളി ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. അതായത് അതിന് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 15 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം വാളംപുളി, ഒരു കറിവേപ്പില, ഇതെല്ലാം കൂടെ അരച്ചിട്ട് ഒരു ചമ്മന്തി. അതായത് നമ്മൾ അമ്മിക്കല്ലയിൽ ഇങ്ങനെ ചതച്ചെടുക്കുന്ന ഒരു ചമ്മന്തി. ഇതിൻ്റെ കൂടെ ഒരു കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ഉള്ളിച്ചോറിന് പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഉള്ളിച്ചോറിൻ്റെ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് ആ വെളുത്തുള്ളിയും കുരുമുളകും നമുക്കൊന്ന് ചൂടാക്കണം, ഒന്ന് റോസ്റ്റ് ചെയ്യണം. റോസ്റ്റ് ചെയ്തിട്ട് വേണം ഇതിനെ ഒന്ന് ചതച്ചെടുക്കാനായിട്ട്. ചമ്മന്തി പോലെ തന്നെ ഒന്ന് മിക്സിയിലിട്ട് ഇങ്ങനെ അരച്ചെടുത്ത് അതിൻ്റെ ഒരു സ്വാദ് ഉണ്ടാവില്ല. ഒന്നിലെ അമ്മിക്കല്ലിൽ ചതച്ചെടുക്കുക, അല്ലെങ്കിൽ ചെറിയ ഇതുപോലെ ഇടിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിനകത്ത് വെച്ചിട്ട് ഇടിച്ചെടുത്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി വാളംപുളി, ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ വളരെ ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ. ഇത് ഞാൻ 2 പേർക്കുള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചമ്മന്തി മതി. ആ വാളംപുളി കഷ്ണവും കൂടെ ചതച്ചിട്ട് ഉപ്പും ആവശ്യത്തിന് എടുത്ത് ചതച്ച് എടുക്കുക. എന്നിട്ട് ഇച്ചിരി പച്ചവെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നല്ല ടേസ്റ്റാണ്. വേറെ ഒന്നും വേണ്ട നമുക്ക് ഉള്ളിച്ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റായി വരട്ടെ. അത് ഞാൻ ചതച്ചിട്ട് എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിച്ചോറും ഉണ്ടാക്കാം. ഇതാ ഉള്ളിച്ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള ചമ്മന്തി റെഡിയായിട്ടുണ്ട്. അതായത് വെളുത്തുള്ളിയും കുരുമുളകും എല്ലാം ചൂടാക്കി ഞാൻ പൊടിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് കുറച്ച് പുളിയും കൂടെ ചേർത്ത് ഞാൻ ചതച്ചിട്ടുണ്ട്. ഇനി ഉപ്പും നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. നമുക്ക് ഉള്ളിച്ചോറിന് പറ്റിയ ചമ്മന്തി റെഡിയായിട്ടുണ്ട്. ഇനി ആ ഉള്ളിച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടും കൂടെ ഒന്ന് സെർവ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. ഉള്ളിച്ചോറിനുള്ള ഞാൻ നെയ്യ് ഒരു സോസ് പാനിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ചുവന്നുള്ളി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. നന്നായിട്ടൊരു ബ്രൗൺ ആവുന്നവരെ അത് മൂപ്പിച്ചെടുക്കണം. ഇത് സാധാരണ ഈ ഉള്ളിച്ചോറ് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് അമ്മമാർക്ക് കൊടുക്കുന്ന ഒരു ഭയങ്കര നല്ലൊരു ഡിഷാണ്. അതായത് ബ്ലഡൊക്കെ ഉണ്ടാവാനായിട്ട് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. ഇത് കാരണവന്മാർ പറഞ്ഞു തന്നതാണ് എന്നോട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നൊരു ചോറാണ്. അപ്പോൾ ഞാനത് കേട്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി, നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉള്ളിച്ചോറിന് ഇത് നന്നായിട്ടൊന്ന് ബ്രൗണായി വരട്ടെ. തനി നാടനൊരു റെസിപ്പിയാണ് ഇത്. പറ്റുന്നതെല്ലാം ഉണ്ടാക്കി നോക്കിയൊന്ന് കഴിച്ച് നോക്കുക. രണ്ടും കൂടെ ഉള്ള കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ്. അപ്പം നിങ്ങളും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്ക്. എല്ലാവരും ലിസാസ് ഫ്ലേവേഴ്സ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. ഇതൊന്നിനി മൂത്ത് വരട്ടെ. ഇപ്പം ചുമന്നുള്ളിയൊക്കെ ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, അതായത് ചോറിൽ മിക്സ് ചെയ്ത് കഴിക്കാൻ. നമ്മളിത് വേറെ കറിയൊന്നും ഇല്ല, ആ ചമ്മന്തി മാത്രം കൂട്ടിയാണ് കഴിക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്തു. ഇനി ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് ശ്രദ്ധിക്കേണ്ടത് ചുവന്നുള്ളി നല്ല ചെറുതായിട്ട് അരിയണം, എന്നാലാണ് അത് ഈവൻലി ഒരേപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടുള്ളൂ. നെയ്യ് നന്നായിട്ട് വേണം, നെയ്യിൽ കിടന്ന് വേണം അത് നന്നായിട്ട് മൂത്ത് കിട്ടാനായിട്ട്. എന്നിട്ട് ആ ചോറിലെല്ലാം നെയ്മയവും എല്ലാം പിടിക്കണം, എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളേ. ആഹാ, എൻ്റെ അടുക്കളയിൽ ആകെ നല്ല നെയ്യിൽ ചുവന്നുള്ളി മൂത്ത് വരുന്ന നല്ല മണം വരുന്നുണ്ട്. കണ്ടോ, നല്ല ഗോൾഡൻ ബ്രൗൺ ആയി. ഞാൻ ഈ അടുപ്പത്തൊന്നൊന്ന് മാറ്റി പിടിക്കുക, അല്ലെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോകും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചോറും കൂടെ ആഡ് ചെയ്യാം. ഞാനിത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ചോറ് ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ അടുപ്പിന് നല്ല ചൂടുള്ളതുകൊണ്ടേ അങ്ങ്
കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഉള്ളി കരിഞ്ഞാൽ നമുക്ക് ആ ടേസ്റ്റ് സുഖമില്ല. കണ്ടോ, നെയ്യിലെല്ലാം മിക്സ് ചെയ്ത് നല്ല ഗോൾഡൻ ബ്രൗണിൽ നമ്മുടെ ഉള്ളിച്ചോറ് റെഡിയായി. ഇനി അത് നമുക്ക് ആ ചമ്മന്തി റോസ്റ്റ് ചെയ്ത് വെളുത്തുള്ളിയും കുരുമുളകും ചേർത്തിട്ടുള്ള റോസ്റ്റ് ചെയ്ത ചമ്മന്തിയും കൂട്ടി ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. ഇത് കണ്ടിട്ട് തന്നെ നിങ്ങളിൽ പലർക്കും ഉണ്ടാക്കാൻ തോന്നുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇപ്പം തന്നെ അടുക്കളയിലോട്ട് പോയിട്ട് എളുപ്പമല്ലേ, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമൊന്നുമില്ല, എളുപ്പത്തിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി എന്നിട്ട് അഭിപ്രായം യൂട്യൂബിൽ കൂടെ ഒന്ന് അറിയിക്കുകയും ചെയ്യണേ.